ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ സാബുദാണ കിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഏകാദശി ഫാസ്റ്റൊക്കെ എടുക്കുന്നവർക്ക് കഴിക്കുക. നമ്മുടെ സാബുദാണ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. നമ്മുടെ കൊള്ളിയുടെ ഇതുകൊണ്ടാണ് സാബുദാണ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചൗവരി എന്ന് പറയില്ലേ, അതാണ് ഈ സാബുദാണ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സാബുദാണയുടെ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ട. ഭയങ്കര ഹെൽത്തിയാണ്. ഞാനും ഇവിടെ രാകേഷ് ചേട്ടന് ഫാസ്റ്റാണ്, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു കപ്പ് ചവ്വരി എടുത്തിട്ട് നന്നായി കഴുകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊടിയൊക്കെ പോകാനായിട്ട്. അപ്പോൾ 2-3-4 വട്ടം നന്നായി കഴുകി പിന്നെ 1-2 മണിക്കൂറൊന്ന് നമുക്ക് നല്ല കുതിരാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ, തണവായി ഇവിടെ. അങ്ങനെ കുതിർന്ന് കിട്ടുമ്പോൾ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു വിട്ടാം. അപ്പോൾ അധികം എണ്ണയൊന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞ് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി ഇങ്ങനെ പൊട്ടി വരുമ്പോഴേ നന്നായി പൊട്ടണം. ഞാൻ ചെറിയ കടുകാണ് കൂടുതൽ വാങ്ങേണ്ട. പിന്നെ നമ്മുടെ എന്താ പറയുക, മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വലുത് യൂസ് ചെയ്യും. അപ്പോൾ ഒന്ന് കാണാനൊക്കെ ഒരു ഇതിന്. ഇത് ഗുണമല്ല നല്ലതെന്നുള്ളതിൽ ചെറുത് വാങ്ങാറുള്ളത്. പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ ജീരകം, പിന്നെ നമ്മുടെ വറ്റൽമുളക്, വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ഉരുളൻകിഴങ്ങ് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആവാൻ കളന്നാണ് പറയുന്നത്. പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തുവിട്ടാം. അത് കഴിഞ്ഞിട്ട് പച്ചമഞ്ഞളാണ് ഇതിട്ട്. മഞ്ഞപ്പൊടിക്ക് പകരം ഞാൻ ഇപ്രാവശ്യം മഞ്ഞൾ തണവൊക്കെ തുടങ്ങിയപ്പോഴേ പച്ചമഞ്ഞളൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ മഞ്ഞൾ ഇട്ട് കൊടുത്തു. പിന്നെ ബീട്രൂട്ട് ഓപ്ഷണബിളാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ പിള്ളേർക്കൊക്കെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ വെച്ച് ബീട്രൂട്ട് ഇട്ടതാണ്. ബീട്രൂട്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞത് ഒരു സബോള അരിഞ്ഞത്, അത്യാവശ്യം വലിപ്പമുള്ള സബോളയായിരുന്നു കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മൊരിച്ചെടുക്കുമ്പോൾ നമ്മുടെ നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയിൽ 1-2 ഫോൺ വന്നപ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നാരങ്ങ പിഴിയുന്നതൊന്നും. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമില്ലെന്ന് വെച്ചിട്ട് അത് എടുത്തില്ല. അത് കഴിഞ്ഞ് ഒന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നപ്പോൾ നമ്മുടെ സാബുദാണ കഴുകി വാരി വെച്ചത് അതിലിട്ട് കൊടുത്തു. ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റായിട്ട് അങ്ങനെ ഒന്നും വിടാണ്ട് കിട്ടണം. ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കിട്ടില്ല, ഒട്ടിപ്പിടിച്ചൊക്കെ കിട്ടാറുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി. കാരണം എനിക്കറിയണ്ടായിരുന്നില്ല ആദ്യം. ഞാനെന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും അത്ര ഫേമസ് അല്ലല്ലോ, ഇവിടെ ടീച്ചർമാരൊക്കെ കൊണ്ടുവരുന്ന അവസ്ഥയിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കഴിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ച് പഠിച്ചതാണ്. പിന്നെ കഴിച്ച് നോക്കിയപ്പോൾ ഇത്രയധികം സാധനങ്ങൾ കിട്ടി വന്നപ്പോൾ ഉപ്പ് ഇത്തിരി കുറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ചേർത്ത സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കപ്പലണ്ടി പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ടെ. അതൊന്നും ഞാൻ ചെയ്തോടുന്നില്ല, ഇവിടെ വന്ന് ടീച്ചർമാരിൽ നിന്ന് പഠിച്ചതാണ്. അങ്ങനെ പച്ചക്കപ്പലണ്ടിയാണ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് തിരിച്ചത് ചേർത്ത് കൊടുത്തുട്ടാ. സംഭവം നല്ല സൂപ്പറായി, ഹെൽത്തിയാണ്. മഞ്ഞപ്പൊടി ഇട്ടില്ല, മുളക് പൊടി ഇട്ടില്ല. അതിനൊക്കെ പകരം പച്ചമുളകും, അതുപോലെ തന്നെ പച്ചമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചിയ മുളകായിരുന്നു അതും. പിന്നെ ക്യാബേജ് എന്ന് പറയുന്നത് മഞ്ഞൾ ചീകിയതാണ് ഇട്ട് കൊടുത്തിട്ടാ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല സംഭവം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.